ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ്. ജസ്റ്റ് ഓട്ടോയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവൻ നോക്കിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ല. കാരണം ഓട്ടോ AC ആണെങ്കിലും ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു പോയിന്റ് എന്തിനു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് എൻ്റെ വാഹനത്തിനകത്തുള്ള ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്യുന്നത്, അതായത് AC-ക്ക് വേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ലോ തന്നെ. പക്ഷേ ഏറ്റവും ലോ ആണെങ്കിൽ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ രാത്രി ഓടിക്കുമ്പോൾ മിസ്റ്റ് പിടിച്ചിരിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓട്ടോ ക്ലൈമറ്റ് AC പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. ഈ ഓട്ടോ ക്ലൈമറ്റ് AC-ക്ക് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യണോ എന്നുള്ളത്. പലരും പറയുന്ന ഓട്ടോ AC അല്ലേ, ജസ്റ്റ് ഓട്ടോയിലൊന്ന് ഞെക്കിയാൽ മതി. അതായത് ഇതിപ്പോൾ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ്. ജസ്റ്റ് ഓട്ടോയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവൻ നോക്കിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ല. കാരണം ഓട്ടോ ക്ലൈമറ്റ് AC എന്ന് ഉദ്ദേശിക്കുന്നത് ഫുള്ളി ഓട്ടോ ആണെന്നല്ല, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിൽ ഇരിക്കുന്ന കസ്റ്റമർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ വാഹനത്തിനകത്ത് നിർത്തിത്തരും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറത്തുള്ള ടെമ്പറേച്ചറും വാഹനത്തിനകത്തുള്ള ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് അതിനിഷ്ടമുള്ള ടെമ്പറേച്ചർ ഒരു കാരണവശാലും അത് തരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, രാകേഷ് എൻ്റെ ഓട്ടോ ക്ലൈമറ്റ് ആണ്, പക്ഷേ എനിക്ക് ചില സമയത്ത് ഭയങ്കര തണുപ്പ് കുറവായിട്ട് തോന്നും, അതെന്ത് ചെയ്യും? അല്ലെങ്കിൽ ചിലർ പറയും നല്ല തണുപ്പ് കൂടുതലായിട്ട് തോന്നും, ഞാൻ ഓട്ടോയാണ് ഇട്ടത്, ഓട്ടോ ഇട്ടിട്ട് എന്തുകൊണ്ട് സെൽഫായിട്ട് സെറ്റ് ആകുന്നില്ല? ഇപ്പം പറഞ്ഞുതരാം. ഈ ഒരു സംശയം ഉള്ളവർക്കെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഫീച്ചർ എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിയണം. ഞാൻ കാണിച്ചു തരാം, നിങ്ങളിപ്പോൾ നോക്കിക്കോളൂ. ഇതൊരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഇതിൽ ഓട്ടോ എന്ന് പറയുന്നൊരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, AC സ്വിച്ച് കാണാൻ സാധിക്കും, ഓഫ് കാണാം, ഫ്രണ്ട് റിയർ നോക്കണ്ട. ഇത് ഡീഫോക്കസ് ആണ്, നമുക്ക് കാര്യം വരുന്നില്ല. AC-യുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർക്കുലേഷൻ ആണ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സ്വിച്ച്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാം, ടെമ്പറേച്ചർ കുറയ്ക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 23, 24 വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലോവർ സ്പീഡാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ച രണ്ട് കാര്യങ്ങളും മാനുവലാണ്. പക്ഷേ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്. ഓട്ടോ AC ആണെങ്കിലും ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു പോയിന്റ് എന്തിനു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ എത്ര ഇടുന്നു ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും വാഹനത്തിൽ ഫുള്ള് കിട്ടുന്നത്. അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 24 ഡിഗ്രി സെൽഷ്യസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ സെറ്റ് ചെയ്യുമ്പോൾ 23 ഒരിക്കലും മാറത്തില്ല, 23.4 നിൽക്കും. പക്ഷേ ബ്ലോവർ സ്പീഡാണ് മാറുന്നത്. ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, 18 ആക്കിയപ്പോൾ സ്പീഡ് കൂടി. ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്പീഡ് കുറയുന്ന കണ്ടോണം. ഹൈ ആക്കി, ഞാനൊരു 25 ആക്കി. 25 ആയപ്പം വാഹനം സെൻസ് ചെയ്തിട്ട് ഇനി 25 മതി എന്നുണ്ടെങ്കിൽ അധികം സ്പീഡിൻ്റെ ആവശ്യമില്ല, സ്പീഡ് കുറച്ചു. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ചാലോ സ്പീഡ് കൂടി വരുന്നുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് ക്യാബിനകത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് കൊടുത്തത്. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത്, എങ്ങനെയാണ് എൻ്റെ വാഹനത്തിനകത്തുള്ള ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്യുന്നത്? അതായത് AC-ക്ക് വേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ലോ തന്നെ. പക്ഷേ ഏറ്റവും ലോ ആണെങ്കിൽ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ രാത്രി ഓടിക്കുമ്പോൾ മിസ്റ്റ് പിടിച്ചിരിക്കും എന്നുള്ളൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും? എൻ്റെ വാഹനത്തിന് വേണ്ട കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയുന്നത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പം 31 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണുന്നത്. ഈ കാണുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് കണ്ടോ. ഈ 31 ഡിഗ്രി സെൽഷ്യസ് പുറത്തുണ്ടെങ്കിൽ ചൂട് സമയമാണെങ്കിൽ, അതായത് നിങ്ങൾ പകൽ സമയമാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ലോ മോഡ് തന്നെ ഇടുക. ഏറ്റവും ലോ മോഡ് ഇടുക, 1 2 സ്പീഡ് ഇട്ടാൽ മതി. ഇനിയിപ്പം നിങ്ങൾ വാഹനത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അകത്തെല്ലാം ഒന്ന് തണുപ്പാക്കാൻ വേണ്ടി ആദ്യം ഓട്ടോ ഇട്ടോളൂ. ഈ ഓട്ടോ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനത്തിനകത്ത് തണുക്കും. തണുത്തതിന് ശേഷം നിങ്ങൾ ഈ സ്പീഡ് കുറച്ചോണം. സ്പീഡ് കുറച്ച് 1 2 ഈ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് നല്ല മൈലേജ് കിട്ടും. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും സാധിക്കും. ഇതൊരു പോയിൻ്റാണ്. രണ്ടാമത്തെ കാര്യം, രാത്രി നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഏകദേശം 6 മണിക്ക് ശേഷം വാഹനം ഓടിക്കുമ്പോൾ ടെമ്പറേച്ചർ നോക്കുക, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കുക. ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ മിക്കവാറും ഒരു 26 അല്ലെങ്കിൽ ഒരു 27 ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു 3 ഡിഗ്രി കുറച്ച്, അതായത് 26 കാണിച്ചിട്ടുണ്ടെങ്കിൽ 3 കുറച്ച് കഴിഞ്ഞാൽ 5
23 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ സെറ്റ് ചെയ്തിടുക. അതായത് ഓട്ടോയിൽ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഓട്ടോ ഇട്ടോളൂ, പ്രശ്നമില്ല. പക്ഷേ ഓട്ടോയിൽ കഴിഞ്ഞും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മാനുവലാണ്. ഓട്ടോ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാനുവലായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓട്ടോയിലും കൺട്രോൾ ചെയ്യുന്ന സ്പീഡ് മാത്രമാണ്. സ്പീഡ് കൂടിയാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വാഹനത്തിൻ്റെ AC കംപ്രസറിൻ്റെ കട്ട് ഓഫ് കുറയും, നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. ഇങ്ങനെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പലരുടെയും പ്രശ്നമാണ് ബാക്കി ഇരിക്കുന്നവർക്ക് തണുപ്പ് കിട്ടുന്നില്ലെന്നുള്ളത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന 2 AC വെൻറ്റും ബാക്കിലുള്ളവർക്ക് അങ്ങ് കൊടുത്തേക്കുക. അപ്പം അവർക്ക് കാറ്റ് കിട്ടിക്കോട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കും കാറ്റ് കിട്ടും. പിന്നെ റിയർ AC വെൻ്റുള്ള വാഹനങ്ങളാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല, ഓക്കെ ആയിരിക്കും അവർക്ക്. പക്ഷേ ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് അവർക്ക് കൊടുക്കാമെങ്കിൽ വാഹനത്തിനകത്തുള്ള ഫുൾ ക്ലൈമറ്റ് ഒരു രീതിക്ക് തന്നെ ആയിരിക്കും.